ഇപ്പോൾ പരിശോധന ഇന്നും മേഖലകൾ തിരിച്ച് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ചാലിയാർ തന്നെയാണ്. തീരം കേന്ദ്രീകരിച്ചൊക്കെയുള്ള പരിശോധന ഇന്നും നടക്കുന്നുണ്ട്. ചാലിയാർ തിരിച്ചറിന്റെ വിവരങ്ങളുമായി സമീർ ബിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ചാലിയാർ പുഴയിൽ ഇന്നും തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് പ്രധാനമായും ഈ വനം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. NDRF, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ്, ഒപ്പം തന്നെ പോലീസിന്റെയും വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ട് ഈ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടേരി ഇരുട്ടുകുത്തി മേഖലയിലാണ്. ഇവിടെ നിന്നാണ് രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ മറ്റിടങ്ങളിലും സമാനമായ രീതിയിലുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, ഇന്ന് ഏത് തരത്തിലുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്? സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 45ഓളം ആൾക്കാർ പുഴയുടെ ഒരു വശത്തും 25ഓളം ആൾക്കാർ പുഴയുടെ ഇപ്പുറത്തെ വശം, അങ്ങനെ 80ഓളം ആൾക്കാർ 75ഓളം ആൾക്കാർ മറ്റ് ഫയർഫോഴ്സ് അടക്കമുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരടക്കം 75ഓളം ആൾക്കാർ വിശദമായിട്ടിന്ന് അതീവ സൂക്ഷ്മതയോടുകൂടി തിരയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കാട്ടിൽ കടത്തിവിട്ടിട്ടുള്ളത്. സന്നദ്ധ പ്രവർത്തകരോ നാട്ടുകാരോ ഒന്നുമില്ല? സന്നദ്ധ പ്രവർത്തകരോ നാട്ടുകാരോ ഇന്നില്ല. നാളെയാണ് സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരെയും ഉദ്ദേശിക്കുന്നത്. ഇന്ന് സർക്കാർ സംവിധാനങ്ങൾ മാത്രം, അതായത് അതീവ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കടത്തിയിരിക്കുന്നത്. ഈ ജനകീയ തെരച്ചിൽ തീരുമാനിച്ചിരിക്കുന്നത് നാളെയാണല്ലോ. ജനകീയ തെരച്ചിൽ തീരുമാനിച്ചിരിക്കുന്നത് നാളെയാണ്. പക്ഷേ കാട്ടിനകത്തും ഒരു ടീം ഉണ്ടാവും. സ്വകാര്യ മേഖലയിലൂടെ പുഴ ഒഴുകുന്ന ഭാഗങ്ങളിലും കൂടെ വളരെ അതീവ സൂക്ഷ്മമായിട്ട് തെരച്ചിൽ നടത്തുക എന്നുള്ള ഉദ്ദേശമാണ് നാളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാലിയാറിലെ തിരച്ചിൽ തുടരുകയാണ്. അന്ന് വനം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഈ പുഴ മുറിച്ചു കടക്കുക എന്നുള്ളതാണ് അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. കാരണം ഇവിടെ പാലമില്ല. ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സിന്റെ ബോട്ടൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പുഴയ്ക്ക് ആഴം കുറവായതിനാൽ ഫയർഫോഴ്സിന്റെ ഈ എഞ്ചിൻ ഘടിപ്പിച്ചുള്ള ബോട്ട് ഇവിടെ പ്രവർത്തിക്കില്ല. അതിന് കേടുപാടുകൾ സംഭവിക്കും, നേരത്തെ സംഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ആദിവാസി യുവാക്കൾ തുഴയുന്ന ചങ്ങാടം മുഖേന മാത്രമാണ് നിലവിൽ പുഴ മുറിച്ചു കടക്കാനാകുന്നത് എന്നുള്ളതാണ്. തുടർന്ന് പുഴ മുറിച്ചു കടന്നാൽ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന മുണ്ടേരി മുതൽ പരപ്പൻപാറ വരെയുള്ള വനം പ്രദേശത്ത് വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നു. സമാന്തരമായി പുഴയിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ NDRFും ഫയർഫോഴ്സും ചേർന്നുള്ള ഒരു തിരച്ചിൽ പുഴ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജനകീയ തിരച്ചിൽ ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും അത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ വലിയൊരു സംഘം ആളുകൾ ഈ പുഴയിലും വനത്തിലുമായി തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ചാലിയാർ പുഴയിലും ഇന്നിപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. പുഴ കേന്ദ്രീകരിച്ച് ഒപ്പം തന്നെ സമീപ മേഖലകൾ, വനമേഖലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നിന്ന് ശരീരഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അത് കൂടുതൽ ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനാലാണ് ജനകീയ തിരച്ചിൽ ഇന്ന് ആ മേഖലയിലില്ല. നാളെ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്.